Good morning. Today we can discuss theories of motivation. So hope you all understood what is motivation. Motivation എന്ന് പറഞ്ഞാൽ എന്താ? Motivation is the characteristic that help you achieve your goal. അല്ലെങ്കിൽ it is the drive that pushes you to work hard. അല്ലെങ്കിൽ നമുക്ക് പറയാം it is the energy that gives you the strength to get up and keep going even when things are not going your way. ഓക്കെ, അപ്പോൾ ഈ മാനേജ്മെൻറ്റ് can do its job effectively only through motivating people to work for the accomplishment of organizational goals. അപ്പം ചില ഓതേഴ്സ് ലൈക്ക് മെഗ്രഗർ, മാസ്ലോ, ഹേഴ്സ്ബർഗ് ആൻഡ് ബ്രൂം അവരുടെയൊക്കെ അഭിപ്രായത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് മോട്ടിവേഷൻ വിത്തൗട്ട് കൺസിഡറിങ് വാട്ട് പീപ്പിൾ വാണ്ട് ആൻഡ് എക്സ്പെക്റ്റ് ഫ്രം ദിയർ വർക്ക്. മാസ്ലോസ് തിയറി ഉണ്ടല്ലോ, ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ ബിക്കോസ് ഇറ്റ് ഹൈലൈറ്റ്സ് ദ നീഡ്സ് ഓഫ് പീപ്പിൾ. അപ്പോൾ ശരിക്കും ഹ്യൂമൻ നീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് ബേസിക് ഫിസിയോളജിക്കൽ ഓർ പ്രൈമറി നീഡ്സ് വരുന്നുണ്ട്. ദെൻ സെക്കൻഡ് വൺ സോഷ്യൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ നീഡ്സ്, അതിന് സെക്കൻഡറി നീഡ്സ് എന്നാണ് പറയാം. അപ്പോൾ സം ഓഫ് ദ ഫിസിയോളജിക്കൽ നീഡ്സ് ആർ ഫുഡ്, വാട്ടർ, സ്ലീപ്പ്, എയർ ടു ബ്രീത്ത്, ദെൻ ക്ലോത്തിങ് ആൻഡ് ഷെൽട്ടർ എക്സെട്ര. അപ്പോൾ ദീസ് നീഡ്സ് arise out of the basic physiology of life and are important for the survival of a man. അതായത് നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമാണ് ഇതെല്ലാം. അപ്പോൾ അങ്ങനെയുള്ള നീഡ്സിനെയാണ് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയാം. ദേ ആർ വെർച്വലി യൂണിവേഴ്സൽ അമംഗ് പീപ്പിൾ ബട്ട് ദേ എക്സിസ്റ്റ് ഇൻ ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റി. മനസ്സിലായോ? അപ്പം നീഡ്സ് ആർ ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സോഷ്യൽ എൻവയോൺമെൻറ്റ്. അതിനെയാണ് സോഷ്യൽ നീഡ്സ് അല്ലെങ്കിൽ സെക്കൻഡറി നീഡ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ അതായത് വൺ മേ റിക്വയർ വീറ്റ് ടു സാറ്റിസ്ഫൈ ഹിസ് ഹങ്കർ, നേരെ മറിച്ചിട്ട് അതേഴ്സ് മേ റിക്വയർ റൈസ് ഫോർ ദ സെയിം പേർപ്പസ്. അപ്പം സെക്കൻഡറി നീഡ്സ് എന്ന് പറഞ്ഞാൽ ദേ റിലേറ്റഡ് ടു മൈൻഡ് ആൻഡ് സ്പിരിറ്റ് റാദർ ദാൻ ടു ഫിസിയോളജി ഓഫ് ലൈഫ്. അപ്പം മെനി ഓഫ് ദീസ് നീഡ്സ് ഡെവലപ്പ് ആസ് വൺ മെച്യൂഴ്സ്. അപ്പം എന്താ പറയുക, ഇൻസ്റ്റൻസ് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ബിലോങ്ങിങ്നെസ്, റെക്കഗ്നേഷൻ, സെൽഫ് എസ്റ്റീം, സെൻസ് ഓഫ് ഡ്യൂട്ടി, അങ്ങനെ പോവും. അപ്പോൾ ആക്ച്വലി ദീസ് ആർ ദ നീഡ്സ് വിച്ച് കോംപ്ലിക്കേറ്റ് ദ എഫേർട്സ് ഓഫ് മാനേജേഴ്സ് ബിക്കോസ് ദ സെക്കൻഡറി നീഡ്സ് vary among people much more than the primary physiological or basic needs. അപ്പം ബേസിക് നീഡ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ മാതിരി, എല്ലാവർക്കും വേണം, എന്താ പറയുക, ഷെൽട്ടർ വേണം, ഫുഡ്, വാട്ടർ എല്ലാം എല്ലാവർക്കും വേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ സെക്കൻഡറി നീഡ്സ് എന്താ പറയുക, ഇറ്റ് വേരീസ് ഫ്രം പീപ്പിൾ ടു പീപ്പിൾ. ഓക്കെ, അപ്പം നമ്മളിന്ന് നോക്കാൻ പോണത് തിയറീസ് ഓഫ് മോട്ടിവേഷനാണ്. അപ്പോൾ യൂഷ്വലി ഈ തിയറീസ് ഓഫ് മോട്ടിവേഷൻ രണ്ട് തരത്തിലാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് കണ്ടൻറ് തിയറീസ്, രണ്ടാമത്തതാണ് ഏത് പറയുന്നത് പ്രോസസ് തിയറി എന്ന് പറയും. അപ്പോൾ ഈ കണ്ടൻറ് തിയറീസിൽ എന്താ പറയുന്നത് വെച്ചാൽ അത് മനസ്സിലായല്ലോ. അപ്പോൾ തിയറീസ് ഓഫ് മോട്ടിവേഷൻ ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഏതൊക്കെയാണ്? കണ്ടൻറ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ ആൻഡ് പ്രോസസ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ. അപ്പോൾ ഈ കണ്ടൻറ് തിയറീസിൽ എന്താ പറയുക, തിയറീസ് ഓഫ് മോട്ടിവേഷൻ വിച്ച് എക്സ്പ്ലെയിൻ ഹ്യൂമൻ ബിഹേവിയർ ഇൻ ടേംസ് ഓഫ് ഹ്യൂമൻ നീഡ്സ് ആർ നോൺ ആസ് കണ്ടൻറ് തിയറീസ്. അതായത് ആ തിയറീസിന് എക്സാമ്പിൾസാണ് മാസ്ലോസ് തിയറി, നീഡ് ഹിയറാർക്കി തിയറി, ദെൻ ഹേഴ്സ്ബർഗ്സ് മോട്ടിവേഷൻ ഹൈജീൻ തിയറി, ടു ഫാക്ടർ തിയറി എന്ന് പറയും. ഇതിലൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ these models proposes that human beings are engaged in certain activities to satisfy their needs. അതായത് ഈ കണ്ടൻറ് തിയറീസ് ആൻസർ ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ദേ ആൻസർ ദ ക്വസ്റ്റ്യൻ വാട്ട് മോട്ടിവേറ്റ്സ് എ പേഴ്സൺ. മനസ്സിലായല്ലോ? ക്ലിയർ ആണോ? അപ്പോൾ കണ്ടൻറ് തിയറീസ് ഫോക്കസ് ഓൺ ഫൈൻഡിങ് ഔട്ട് വാട്ട് ഇറ്റ് ഈസ് ദാറ്റ് മോട്ടിവേറ്റ് പീപ്പിൾ അറ്റ് വർക്ക്.
they try to identify the types of incentives and goals that people seek to achieve in order to remain satisfied and also to perform better. അപ്പോൾ അവരെ എന്താ പറയുക, സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഏത് തരത്തിലുള്ള എന്തൊക്കെ കൊടുത്ത് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്, അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാം. ഇനി രണ്ടാമത്തെ തിയറിയാണ് പ്രോസസ് തിയറി എന്ന് പറയും. അപ്പോൾ ഈ പ്രോസസ് തിയറിയിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് എക്സ്പ്ലെയിൻസ് ഹൗ മോട്ടിവേഷൻ ഒക്കേഴ്സ്. മനസ്സിലായല്ലോ? അപ്പോൾ അത് തിയറി വിച്ച് എക്സ്പ്ലെയിൻസ് ഹൗ മോട്ടിവേഷൻ ഒക്കേഴ്സ് ആർ നോൺ ആസ് പ്രോസസ് തിയറീസ്. എക്സാമ്പിളാണ് വ്രൂംസ് തിയറി. അതായത് അതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വ്രൂംസ് തിയറി ഐഡൻറ്റിഫൈസ് ദ വേരിയബിൾസ് ദാറ്റ് ഗോ ഇൻ ടു മോട്ടിവേഷൻ ആൻഡ് ദിയർ റിലേഷൻഷിപ്പ് വിത്ത് വൺ അനദർ. മനസ്സിലായല്ലോ? അപ്പോൾ പ്രോസസ് തിയറീസ് എന്ന് പറഞ്ഞാൽ ദേ ആർ മോർ കൺസേൺ വിത്ത് ദ കോഗ്നിറ്റീവ് ആസ്പെക്ട്സ് വിച്ച് ഗോ ഇൻ ടു motivation. They try to analyze how personal factors, അതായത് within the individual, interact and influence each other in order to produce certain kinds of behavior. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻറ്റ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ നിങ്ങളെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് കണ്ടൻറ്റ് അല്ലെങ്കിൽ പ്രോസസ്സ് എന്നുള്ളത് നോക്കാം. കണ്ടൻറ്റ് തിയറീസിൽ വരുന്നത് മാസ്ലോസ് ഹിയറാർക്കി ഓഫ് നീഡ്സ് തിയറി, ദെൻ ഹേഴ്സ്ബേഴ്സ് മോട്ടിവേഷൻ, അതായത് 2 factor തിയറി, then Alfred's ERG തിയറി, മക്ലെലാൻഡ്സ് 3 needs തിയറി. ഇതെല്ലാണ് ഏതിൽ വരുന്നത്? മക്ലെലാൻഡ്സ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ തിയറി എന്നും പറയും കേട്ടോ. ദീസ് ആർ ദ കണ്ടൻറ്റ് തിയറീസ്. ഇനി പ്രോസസ് തിയറീസിൽ വരുന്നതാണ് ആഡംസ് ഇക്വിറ്റി തിയറി, വ്രൂംസ് എക്സ്പെക്റ്റൻസി തിയറി, ദെൻ ഗോൾ സെറ്റിംഗ് തിയറി, റീഎൻഫോഴ്സ്മെൻറ്റ് തിയറി എക്സെട്ര. അപ്പം നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് വൺ മാസ്ലോസ് തിയറി ഓഫ് മോട്ടിവേഷൻ, അതായത് മാസ്ലോസ് ഹിയറാർക്കി നീഡ്സ് ഓഫ് തിയറിയാണ്. അപ്പം മാസ്ലോസ് തിയറിയിൽ എന്താ പറയുന്നത് വെച്ചാൽ എച്ച് മാസ്ലോ ആണ് കേട്ടോ. മാസ്ലോസ് നീഡ് ഹിയറാർക്കി തിയറീൻ്റെ ഫൗണ്ടർ ആരാണ്? എച്ച് മാസ്ലോ. ഹി ഡെവലപ്ഡ് എ കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ മോട്ടിവേഷൻ. അതായത് എന്താ ചെയ്തത് വെച്ചാൽ ഹി ഐഡൻറ്റിഫൈഡ് എ പേഴ്സൺസ് ഇഫക്റ്റീവ്നെസ് ആസ് എ ഫങ്ഷൻ ഓഫ് മാച്ചിങ് മാൻസ് ഓപ്പർച്യൂണിറ്റി വിത്ത് അപ്രോപ്രിയേറ്റ് പൊസിഷൻ ഓഫ് ഹിയറാർക്കി ഓഫ് നീഡ്സ്. അപ്പോൾ പ്രോസസ് ഓഫ് മോട്ടിവേഷൻ ബിഗിൻസ് വിത്ത് ദ അസംഷൻ ദാറ്റ് ബിഹേവിയർ അറ്റ്ലീസ്റ്റ് ഇൻ പാർട്ട് ഇസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ അച്ചീവ്മെൻറ്റ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് നീഡ്സ്. മാസ്ലോ പ്രൊപ്പോസ് ദാറ്റ് human needs can be arranged in a particular order from lower to higher. മനസ്സിലായല്ലോ? അന്നപ്പം നമ്മളെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഹിയറാർക്കി ഓഫ് നീഡ്സ് ദാറ്റ് റേഞ്ചസ് ഫ്രം ലോവർ ടു ഹയർ. അപ്പോൾ ആസ് ലോവർ നീഡ്സ് ആർ ഫുൾഫിൽഡ് ദർ ഇസ് എ ടെൻഡൻസി ഫോർ ദി അതർ ഹയർ നീഡ്സ് ടു എമേർജ് എന്നാണ് പറയുന്നത്. അപ്പം അത് നീഡ് ഹിയറാർക്കി, ആ ഹിയറാർക്കി എങ്ങനെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നതിന്. അപ്പം മാസ്ലോസ് തിയറി മെയിൻറ്റെയിൻസ് ദാറ്റ് എ പേഴ്സൺ ഡസ് നോട്ട് ഫീൽ എ ഹയർ നീഡ് അൺടിൽ ദ നീഡ്സ് ഓഫ് കറൻറ്റ് ലെവൽ ഹാവ് ബീൻ സാറ്റിസ്ഫൈഡ്. അപ്പോൾ ഈ ലോവറിന് ഇങ്ങനെ പോവുക ചെയ്യുക മനുഷ്യന്മാരുടെ ആവശ്യങ്ങൾ. അപ്പോൾ ലോവർ ലെവൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഉള്ളൂ അടുത്ത നീഡിലേക്ക് കടക്കുന്നുള്ളൂ. അപ്പോൾ ആ പിരമിഡിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് ഏതാണ്? ഫിസിയോളജിക്കൽ നീഡ്സ്. ഏറ്റവും താഴെ കിടക്കുന്നതാണ് ബേസിക് ഫിസിയോളജിക്കൽ നീഡ്സ്. പിന്നെ വരുന്നതാണ് സേഫ്റ്റി നീഡ്സ്, ദെൻ സോഷ്യൽ നീഡ്സ്, ദെൻ എസ്റ്റീം നീഡ്സ്, ആൻഡ് ലാസ്റ്റ് വൺ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. അപ്പോൾ ഇത് നമ്മൾ ഓരോന്നായിട്ട് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ബേസിക് ഫിസിയോളജിക്കൽ നീഡ്സാണ് പറയുന്നത്. അപ്പോൾ ദ നീഡ്സ് ദാറ്റ് ആർ ടേക്കൺ ആസ് ദ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് ഫോർ മോട്ടിവേഷൻ തിയറി ആർ the so-called physiological needs. But these needs relate to the survival and maintenance of human life. അതായത് മനുഷ്യൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമുള്ള നീഡ്സാണത്. അതിന് എക്സാമ്പിൾസാണ് ഏതൊക്കെയാണ്? ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, എയർ, വാട്ടർ ആൻഡ് അതർ നെസസറീസ് ഓഫ് ലൈഫ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത് വരുന്നതാണ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ് എന്ന് പറയും. After applying the physiological needs, people want the assurance of maintaining a given economic level. They want job security,
personal bodily security, security of source of income, and provision for old age, ഇൻഷുറൻസ് അഗെയിൻസ്റ്റ് റിസ്ക് എക്സെട്ര. ഇങ്ങനെയുള്ള നീഡ്സാണ് ഇതിൽ വരുന്നത്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയിൽ വരുന്നത്. അപ്പോൾ അതും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത നീഡ് വരും. ഏതാണ്? അടുത്ത തേർഡ് ഇതിൽ വരുന്നതാണ് സോഷ്യൽ നീഡ്സ് എന്ന് പറയും. സോഷ്യൽ നമുക്കറിയാം, മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഹിസ് സോഷ്യൽ ബീയിങ്. സോ ഹീസ് ദെർഫോർ ഇൻട്രസ്റ്റഡ് ഇൻ കോൺവെർസേഷൻ, sociability, exchange of feelings and grievances, companionship, recognition, belongingness, etc. അപ്പോൾ ഈ സോഷ്യൽ നീഡ്സിൽ വരുന്നത് അതെല്ലാണ്. ഏതൊക്കെയാണ്? ദ നീഡ് ടു, അതായത് നീഡ് ടു ബിലോങ് ആൻഡ് ടു ബി ആക്സെപ്റ്റഡ് ബൈ വേരിയസ് ഗ്രൂപ്പ്സ്. ദെൻ കംസ് ഈഗോ അല്ലെങ്കിൽ എസ്റ്റീം. ഈഗോ ഓർ എസ്റ്റീം നീഡ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്റ്റേറ്റസ് നീഡ്സ് എന്നാണ് അതിന് പറയാം. ഇവിടെ എന്താ വരുന്നതെന്ന് വെച്ചാൽ ദീസ് നീഡ്സ് എംബ്രേസ് സച്ച് തിങ്സ് ആസ് സെൽഫ് കോൺഫിഡൻസ്, ഇൻഡിപെൻഡൻസ്, അച്ചീവ്മെൻറ്റ്, കോമ്പിറ്റൻസ്, നോളജ് ആൻഡ് സക്സസ്. ദേ ആർ ഓൾസോ നോൺ ആസ് ഈഗോയിസ്റ്റിക് നീഡ്സ് എന്നും വേണമെങ്കിൽ പറയാം. ദേ ആർ കൺസേൺ വിത്ത് പ്രസ്റ്റീജ് ആൻഡ് സ്റ്റേറ്റസ് ഓഫ് ദ ഇൻഡിവിജ്വൽസ്. അതായത് ഈ എസ്റ്റീം നീഡ്സിൽ വരുന്നത് നീഡ് ഫോർ ബോത്ത് സെൽഫ് എസ്റ്റീം ആൻഡ് എക്സ്റ്റേണൽ എസ്റ്റീം. അതായത് നമ്മളെ എന്താ പറയുക, നമുക്കൊരു സ്വയം എന്താ പറയുക ഇതുണ്ടാവുമല്ലോ, അതേപോലെ തന്നെ പുറമുള്ളവരും നമ്മൾ അംഗീകരിക്കണം. അങ്ങനെയുള്ള ആ ഒരു നീഡാണ് എന്ത് വരുന്നത്? ഈഗോ അല്ലെങ്കിൽ എസ്റ്റീം നീഡ്സ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് വരുന്നതാണ് ഏതാ? സെൽഫ് ഫുൾഫിൽമെൻറ്റ് അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറയും. അപ്പോൾ ദ ഫൈനൽ സ്റ്റെപ്പ് under the need priority model is the need for self-fulfillment, or we can say the need to fulfill what a person considers to be his mission in life. It involves realizing one's potentialities for continued self-development and for being creative in the broadest sense of the word. അപ്പോൾ ആഫ്റ്റർ ഹിസ് അതർ നീഡ്സ് ആർ ഫുൾഫിൽഡ്, അതായത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള ഫിസിയോളജിക്കൽ നീഡ്, സേഫ്റ്റി നീഡ്, സോഷ്യൽ നീഡ്, ഈഗോ, ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ മാൻ ഹാസ് ദ ഡിസയർ ഫോർ പേഴ്സണൽ അച്ചീവ്മെൻറ്റ്. അതായത് ഹി വാണ്ട്സ് ടു ഡു സംതിങ് വിച്ച് ഇസ് ചാലഞ്ചിങ്, ആൻഡ് സിൻസ് ദിസ് ചാലഞ്ച് ഗീവ്സ് ഹിം ഇനഫ് initiative to work, it is beneficial to him in particular and to society in general. But the sense of achievement gives him satisfaction എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ നീഡ് ഹിയറാർക്കി തിയറിയിൽ, അക്കോർഡിംഗ് ടു ദിസ് തിയറി, ഡിപ്പെൻഡിങ് അപ്പോൺ ദ നീഡ് വിച്ച് ഇസ് ടു ബി സാറ്റിസ്ഫൈഡ്, the individual behavior will be oriented towards satisfying that level of need. And as each level of need gets substantially satisfied, the individual move up the steps of the hierarchy. അപ്പോൾ ഓരോ ലെവലിൽ ഓരോ നീഡ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആദ്യം ഷെൽട്ടർ, അപ്പം ഫുഡ്, ഷെൽട്ടർ, അതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത നീഡിലേക്ക് പോകും. പിന്നെ അങ്ങനെ പോവുക ചെയ്യാം. അപ്പോൾ മാസ്ലോ ഫെൽറ്റ് ദാറ്റ് the needs have a definite sequence of denomination. അതായത് സെക്കൻഡ് നീഡ് ഡസ് നോട്ട് ഡോമിനേറ്റ് അൺടിൽ ഫസ്റ്റ് നീഡ് ഇസ് റീസണബ്ലി സാറ്റിസ്ഫൈഡ്, ആൻഡ് തേർഡ് നീഡ് ഡസ് നോട്ട് ഡോമിനേറ്റ് അൺടിൽ ഫസ്റ്റ് ടു നീഡ്സ് ഹാവ് ബീൻ റീസണബ്ലി സാറ്റിസ്ഫൈഡ് ആൻഡ് സോ ഓൺ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ദ അതർ സൈഡ് ഓഫ് ദ നീഡ് ഹിയറാർക്കി ഇസ് ദാറ്റ് മാൻ ഇസ് എന്താ പറയുക, മാനിനെ നമുക്ക് എങ്ങനെ പറയാം? വാണ്ടിങ് ആനിമൽ എന്ന് പറയാം. അതായത് ഹി കണ്ടിന്യൂസ് ടു വാണ്ട് സംതിങ് ഓർ അതർ. അതായത് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തതിലേക്ക് പോകും. മനുഷ്യന്മാരുടെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിലയ്ക്കാത്തതാണ്. സോ ഹീ ഈസ് നെവർ ഫുള്ളി സാറ്റിസ്ഫൈഡ് എന്നാണ് പറയുന്നത്. ഇഫ് വൺ നീഡ് ഇസ് സാറ്റിസ്ഫൈഡ്, ദ അതർ നീഡ് അറൈസസ്. മനസ്സിലായല്ലോ? അപ്പം അക്കോർഡിംഗ് ടു മാസ്ലോ, നീഡ്സ് അറൈസ് ഇൻ എ സർട്ടൻ ഓർഡർ ഓഫ് പ്രിഫറൻസ്, അല്ലാതെ എങ്ങനെയല്ല എന്നാണ് പറയുന്നത്, നോട്ട് റാൻഡംലി. ദസ് ഇഫ് വൺസ് ലോവർ ലെവൽ നീഡ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഫിസിയോളജിക്കൽ ആൻഡ് സെക്യൂരിറ്റി നീഡ്സ് ആർ അൺസാറ്റിസ്ഫൈഡ്, ഹി ക്യാൻ ബി മോട്ടിവേറ്റഡ് ഓൺലി ബൈ സാറ്റിസ്ഫൈങ് ഹിസ് ലോവർ ലെവൽ നീഡ്സ്.
മനസ്സിലായോ? അപ്പം ലോവർ ലെവൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാത്തിടത്തോളം കാലം വേറെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പോയിട്ടില്ല. ആദ്യം എന്ത് ചെയ്യണം? ലോവർ ലെവൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യണം. Another point to note that എന്താണ്, once a need or a certain order of need is satisfied, it ceases to be a motivating factor. അതായത് നമ്മളിപ്പം ഒരു ഷെൽട്ടർ അല്ലെങ്കിൽ ഒരു വീട് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ ആദ്യത്തെ നീഡെങ്കിൽ, ആ ഒരു ആഗ്രഹം കഴിഞ്ഞാൽ പിന്നെയും അതിന് വേണ്ടിയിട്ട് തന്നെ ഇതാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അടുത്ത നീഡിലേക്കാണ് പിന്നെ പോവുക. അപ്പം മാൻ lives for bread alone as long as it is not available. In the absence of air, one cannot live. അപ്പോൾ it is plenty of air which ceases to be motivating. അപ്പോൾ the psychological and security needs are finite. മനസ്സിലായല്ലോ? But the needs of higher order are sufficiently infinite and are likely to dominate one's in persons at higher levels in the organization. But this has been proved by various studies. അതായത് ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു, എ സ്റ്റഡി ബൈ ബോറിസ് ബ്ലായ് supported this by showing that managers and professionals in USA highly value self-realization, while service and mutual workers value job security highly. അപ്പം പിന്നെ അതേപോലെ ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ഒരു സർവേ ഓഫ് 200 ഫാക്ടറി വർക്കേഴ്സ് ഇൻ ഇന്ത്യ റിപ്പോർട്ടഡ് ദാറ്റ് ദേ ഗിവ് ടോപ്പ് പ്രയോറിറ്റി ടു ജോബ് സെക്യൂരിറ്റി, ഏർണിങ്സ് ആൻഡ് പേഴ്സണൽ ബെനിഫിറ്റ്സ്, ഓൾ ലോവർ ലെവൽ നീഡ്സ് ആണ്. അതേപോലെ സ്റ്റഡീസ് ഹാവ് ഓൾസോ റിവീൽ ദാറ്റ് ദോസ് നീഡ്സ് വിച്ച് ആർ thought to be most important, like social needs, egoistic needs and self-realization are also thought to be the best satisfiers. അപ്പോൾ എന്താണോ മനുഷ്യന്മാരുടെ നീഡ് അത് കണ്ടറിഞ്ഞിട്ട് അതിലെത്തിക്കാൻ വേണ്ടിയുള്ള മോട്ടിവേഷനാണ് കൊടുക്കേണ്ടത്. അതേപോലെ വൺ സ്റ്റഡി ഓഫ് 2800 managers in 11 countries reported that security, belonging, esteem and self-realization needs are progressively less satisfied according to the pattern of the need priority model. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ വൈൽ ഡിസ്കസിങ് ദ എന്താ പറയുക, ഈ മാസ്ലോസ് തിയറി നോക്കുന്ന സമയത്ത് മാസ്ലോ ഹാസ് ബീൻ കെയർഫുൾ ടു മെൻഷൻ ദ അസംഷൻ ദാറ്റ് ഇഫ് വൺ ലെവൽ നീഡ്സ് ഹാസ് ബീൻ സംവാട്ട് ഗ്രാറ്റിഫൈഡ്, അതർ നീഡ്സ് എമേർജ് ആസ് ഡോമിനൻ്റ് എന്നാണ് പറയുന്നത്. അതായത് ഒരു ലെവൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ലെവൽ കംപ്ലീറ്റ് സാറ്റിസ്ഫൈ ചെയ്യാണ്ട് അടുത്ത ലെവലിലേക്ക് പോവില്ല എന്നാണ് മാസ്ലോ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അത് എങ്ങനെയാണ് ബിസിനസ് മാനേജ്മെൻറ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഫിസിയോളജിക്കൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ആളുകൾക്ക് എങ്ങനെയുള്ളത് കൊടുക്കുക എന്നുള്ളതാണ്. പ്രൊവൈഡ് ആംബിൾ ബ്രേക്സ് ഫോർ ലഞ്ച്. നമ്മൾ ഇന്നത്തെ കാലത്തുള്ള കഥകളാണ് പറയുന്നത് കേട്ടോ. പേ സാലറീസ് ദാറ്റ് അലൗ വർക്കേഴ്സ് ടു ബൈ ലൈഫ്സ് എസെൻഷ്യൽസ് എക്സെട്ര. രണ്ടാമത്തെ സേഫ്റ്റി നീഡ്സ് ആണല്ലോ പറഞ്ഞത്. അവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പ്രൊവൈഡ് എ വർക്കിംഗ് എൻവയോൺമെൻറ്റ് വിച്ച് ഇസ് സേഫ്, റിലേറ്റീവ് ജോബ് സെക്യൂരിറ്റി ആൻഡ് ഫ്രീഡം ഫ്രം ത്രെറ്റ്സ്. അതായത് സേഫ്റ്റി നീഡ്സിൽ പറയുന്നത് നീഡ് ടു ബി ഫ്രീ ഓഫ് ഫിയർ ഓഫ് ഫിസിക്കൽ ഡേഞ്ചർ ആൻഡ് ഡിപ്രൈവേഷൻ ഓഫ് ദ ബേസിക് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. ദെൻ തേർഡ് നീഡ് എന്ന് പറയുന്നത് ബിസിനസ് ഇതിൽ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ നീഡ്സ് എന്ന് പറയുന്നത് ജനറേറ്റ് എ ഫീലിംഗ് ഓഫ് ആക്സെപ്റ്റൻസ്, ബിലോങ്ങിങ് ബൈ റീഎൻഫോഴ്സിങ് ടീം സ്പിരിറ്റ്. അതായത് എല്ലാവരാലും എന്താ പറയുക, അംഗീകരിക്കപ്പെടണം നമ്മൾ, അതാണ് നമ്മളെ ആവശ്യം. മനസ്സിലായല്ലോ? പിന്നെ വരുന്നത് എസ്റ്റീം മോട്ടിവേറ്റേഴ്സ് ആണ്. എസ്റ്റീം നീഡ്സ് അല്ലെങ്കിൽ ഈഗോ നീഡ്സ് റെക്കഗ്നൈസ് അച്ചീവ്മെൻറ്റ്സ്, അസൈൻ ഇമ്പോർട്ടൻറ്റ് പ്രോജക്റ്റ് ആൻഡ് പ്രൊവൈഡ് സ്റ്റാറ്റസ് ടു മേക്ക് എംപ്ലോയീസ് ഫീൽ വാല്യൂഡ് ആൻഡ് അപ്രീഷിയേറ്റഡ്. അതായത് അവർക്ക് വേണ്ട അപ്രീസിയേഷൻ കൊടുക്കുക, എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ. പിന്നെ നല്ല നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോജക്റ്റുകളൊക്കെ അവരെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദേ ഗെറ്റ് മോട്ടിവേറ്റഡ്. അതായത് ഞങ്ങളിലൊരു വിശ്വാസം ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ. സെൽഫ് ആക്ച്വലൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫർ ചാലഞ്ചിങ് ആൻഡ് മീനിങ് ഫുൾ വർക്ക് അസൈൻമെൻറ്റ്സ് വിച്ച് എനേബിൾ ഇന്നവേഷൻ, ക്രിയേറ്റിവിറ്റി ആൻഡ് പ്രോഗ്രസ് അക്കോർഡിംഗ് ടു ലോങ് ടേം ഗോൾസ്. അപ്പോൾ ഇതാണ് നമ്മളെ എന്താണ് മാസ്ലോസ് നീഡ് ഹിയറാർക്കി തിയറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ ലിമിറ്റേഷൻസ് ആൻഡ് ക്രിറ്റിസിസംസ്. ഓക്കെ,
അപ്പോൾ ദ നീഡ് പ്രയോറിറ്റി മോഡൽ മെ നോട്ട് അപ്ലൈ അറ്റ് ഓൾ ടൈംസ് ഇൻ ഓൾ പ്ലേസസ്. മനസ്സിലായല്ലോ? ഇത് ശരിക്കും എവിടെ വന്നിട്ടുള്ളതാണെന്ന് പറയാം, യു എസ് എയിലുള്ള ഇതിൽ വന്നിട്ടുള്ളതാണ്. പക്ഷേ സർവേസ് ഇൻ കോണ്ടിനെൻ്റൽ യൂറോപ്യൻ കൺട്രീസ് ആൻഡ് ജപ്പാൻ ഹാവ് ഷോൺ ദാറ്റ് ദ മോഡൽ ഡസ് നോട്ട് അപ്ലൈ വെൽ ടു ദിയർ മാനേജേഴ്സ്. അതായത് ദെയർ ഡിഗ്രി ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് നീഡ്സ് ഡസ് നോട്ട് വെരി അക്കോർഡിംഗ് ടു ദ നീഡ് പ്രയോറിറ്റി മോഡൽ. ഈ പറഞ്ഞിരിക്കുന്ന ഒരു പിരമിഡ് പറഞ്ഞല്ലോ, അതുപോലൊന്നുമല്ല വരുന്നത്. അപ്പോൾ വർക്കേഴ്സ് ഇൻ സ്പെയിൻ ആൻഡ് ബെൽജിയം ഫെൽ ദാറ്റ് ദെയർ എസ്റ്റീം നീഡ്സ് ആർ ബെറ്റർ സാറ്റിസ്ഫൈഡ് ദാൻ ദിയർ സെക്യൂരിറ്റി ആൻഡ് സോഷ്യൽ നീഡ്സ്. അതേപോലെ കൾച്ചറൽ ഡിഫറൻസസ് ആർ ആൻ ഇമ്പോർട്ടൻറ്റ് കോസ് ഓഫ് ദീസ് ഡിഫറൻസസ്. But thus need hierarchy may not follow the sequence postulated by Maslow. Even if safety need is not satisfied, the social need may emerge. അല്ലേ? നിങ്ങളൊന്ന് പ്രാക്ടിക്കലായി ചിന്തിച്ച് നോക്കൂ. അപ്പം പ്രൊപ്പോസിഷൻ ദാറ്റ് വൺ നീഡ് ഇസ് സാറ്റിസ്ഫൈഡ് അറ്റ് വൺ ടൈം ഇസ് ഓൾസോ ഓഫ് ഡൗട്ട്ഫുൾ വാലിഡിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മാസ്ലോസ് നീഡ് ഹിയറാർക്കി ഹാസ് ആപ്ലിക്കേഷൻ ടു ലോവർ ലെവൽ വർക്കേഴ്സ് ഇൻ എ കൺട്രി ലൈക്ക് ഇന്ത്യ വേർ ദ ബേസിക് നീഡ്സ് ഓഫ് വർക്കേഴ്സ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ് ഫുള്ളി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പീപ്പിൾ ആർ മോട്ടിവേറ്റഡ് ബൈ അൺഫുൾഫിൽഡ് നീഡ്സ്. മനസ്സിലായല്ലോ? അതായത് ആസ് ലോവർ ലെവൽ നീഡ്സ് ആർ ഫുൾഫിൽഡ്, അപ്പർ ലെവൽ നീഡ്സ് റീപ്ലേസ് ദം. അപ്പം മാസ്ലോസ് തിയറി സീംസ് ടു ബി വെരി സിമ്പിൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി കോംപ്ലെക്സ് പ്രോസസ് ഓഫ് മോട്ടിവേഷൻ ഓഫ് ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് ഓഫ് മാസ്ലോസ് തിയറി നോക്കാം. ഫസ്റ്റ് വൺ, എവറി ഇൻഡിവിജ്വൽ ഹാവ് എ ഡിഫറെൻറ്റ് നീഡ് ഹിയറാർക്കി വിച്ച് മെ നോട്ട് ഫോളോ ദ സീക്വൻസ് സജസ്റ്റഡ് ബൈ മാസ്ലോ. അപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എൻ ഇൻഡിവിജ്വൽ മേ ഹാവ് social or egoistic needs even though his safety need is not satisfied as yet. മനസ്സിലായല്ലോ? അതേപോലെ വേറൊരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് റോങ് ടു പ്രിസ്യൂം ദാറ്റ് ഓൺലി വൺ നീഡ് ഇസ് സാറ്റിസ്ഫൈഡ് അറ്റ് വൺ ടൈം. മനുഷ്യന്മാരുടെ സ്വഭാവം വെച്ചിട്ട് എങ്ങനെയാണ് മീൻസ് ബി അറ്റ് എനി ടൈം ഇസ് മോസ്റ്റ്ലി ഗൈഡഡ് ബൈ മൾട്ടിപ്ലിസിറ്റി ഓഫ് മോട്ടീവ്സ്. ഹവർ one or two motives in any situation may be prepotent എന്നാണ് പറയുന്നത്. അതായത് while others may be of secondary importance. Moreover, at different levels of needs, the motivation will be different. വേറൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ മണി ക്യാൻ ആക്ട് ആസ് എ മോട്ടിവേറ്റർ ഓൺലി ഫോർ ഫിസിയോളജിക്കൽ ആൻഡ് സോഷ്യൽ നീഡ്സ്, നോട്ട് ഫോർ സാറ്റിസ്ഫൈങ് ഹയർ ലെവൽ നീഡ്സ്. അപ്പം ഈ ഇൻസെൻറ്റീവ്സും, അതായത് കാശ് കൊടുത്തിട്ട് ഇതാക്കാൻ പറ്റിയത് ഏത് മാത്രമേ ഉള്ളൂ? ലോവർ ലെവൽ നീഡ്സ് മാത്രമേ ഉള്ളൂ. ഈ സൈക്കോളജിക്കൽ മറ്റേ നീഡ്സ് ഒന്നും എന്താക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എംപ്ലോയീസ് ആർ enthusiastically motivated by what they are seeking more than what they already have. മനസ്സിലായോ? They may react cautiously in order to keep what they already have, but they move forward for enthusiasm when they are seeking something else. അല്ലെങ്കിൽ നമുക്ക് പറയാം man works for bread alone as long as it is not available. മനസ്സിലായല്ലോ? അതേമാതിരി there are always some people in whom the need for self-esteem seems to be prominent than that of love. അപ്പം there are also creative people in whom the drive for creativeness seems to be more important. ചില ആളുകളിൽ the level of operation may be permanently lower. For example, a person who has experienced chronic unemployment may continue to be satisfied for the rest of his life if only he can get enough food and clothes. Another cause of reversal of need hierarchy is that when a need has been satisfied for a long time, it may be undervalued. മനസ്സിലാവുന്നുണ്ടോ? ഇനി it is doubtful that once a need is satisfied, it loses its motivating force. നമ്മൾ ആവശ്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ ആ ആവശ്യം നേടിയെടുക്കാനുള്ള ഇത് നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ അത് വെച്ച് മോട്ടിവേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇറ്റ് ഈസ് ഡൗട്ട്ഫുൾ ദാറ്റ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് വൺ നീഡ് ഓട്ടോമാറ്റിക്കലി ആക്ടിവേറ്റ്സ് ദ നെക്സ്റ്റ് നീഡ് ഇൻ ദി ഹിയറാർക്കി എന്നാണ് പറയുന്നത്. ഇതൊരു ഡ്രോബാക്ക് ആയിട്ടാണ് പറയുന്നത്. സം പേഴ്സൺസ് വിൽ നോട്ട് ആസ്പയർ ആഫ്റ്റർ ദിയർ ലോവർ ലെവൽ നീഡ്സ് ഹാവ് ബീൻ സാറ്റിസ്ഫൈഡ്.
അപ്പോൾ ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഔട്ട്കം ഓഫ് സെവറൽ നീഡ്സ് ആക്ടിങ് സൈമൾട്ടേനിയസ്ലി. അപ്പോൾ എ പെർട്ടിക്കുലർ നീഡ് മേ നോട്ട് ലീഡ് ടു ദ സെയിം റെസ്പോൺസ് ഇൻ ഓൾ ഇൻഡിവിജ്വൽ. Last one is needs are not the only determinant of human behavior എന്ന് പറയുന്നത്. People may engage in behaviors that are in no way concerned with the satisfaction of their needs. In practice, behavior is influenced by needs, expectations, perception, etc. It is also influenced by cultural background of people also. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് പറയാം, ടു സം എക്സ്റ്റെൻറ്റ് തിയറി ഹാസ് ഗോട്ട് സഫിഷ്യൻറ്റ് സപ്പോർട്ട് ഫോർ ദി എന്താ പറയുക ഹൈപ്പോത്തിസിസ്. അതായത് ഹ്യൂമൻ നീഡ്സ് ആർ ഇൻ ദ ഫോം ഓഫ് ഹിയറാർക്കി എന്നൊക്കെ പറയാം. ഹവർ ദർ ഇസ് നോ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഓൺ ദ ഒറിജിൻ ഓഫ് ദീസ് നീഡ്സ് എന്നാണ് പറയും. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ദ തിയറി ഹാസ് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഇല്ല. ബട്ട് ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജാപ്പാനിലൊന്നും ഇത് അത്ര പ്രാക്ടിക്കൽ അല്ല എന്നുള്ളത്. അതായത് ക്രിറ്റിക് സേസ് ദാറ്റ് ദ തിയറി ഈസ് ബേസ്ഡ് ഓൺലി ഓൺ ദ US കൾച്ചറൽ വാല്യൂസ്. Many research has indicated that top managers are more able to satisfy their higher level needs than the lower level managers. അതായത് എന്താ വെച്ചാൽ പിന്നൊരു കാര്യം പറയുന്നത്, ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട് ദാറ്റ് ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് നീഡ്സ് വിൽ വേരി അക്കോർഡിംഗ് ടു പേഴ്സൺസ് ജോബ്, ഏജ്, ബാക്ക്ഗ്രൗണ്ട് ആൻഡ് സൈസ് ഓഫ് ഫാമിലി. അപ്പോൾ ഇന്ന് നമുക്ക് നീഡ് ഹിയറാർക്കി തിയറി മാത്രം നോക്കാം. അപ്പോൾ ഏതൊക്കെയാണ് ഈ 5 നീഡ്സ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ബാക്കിയുള്ളത് നാളെ എടുക്കാം. താങ്ക് യു.